കയ്യിലുള്ള വകുപ്പ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആ വിഡ്ഢിയോട് പറയുക, മണ്ടനോട് പറയുക, കേന്ദ്രമന്ത്രി സ്വയം വിഡ്ഢിയാകാൻ ഇറങ്ങത്തിരിക്കുന്ന മനുഷ്യനോട് പറയുക. അത്ര പരിഹാരമുള്ളൂ. ദേവസ്വം ബോർഡുകളെ വേണ്ട, പകരം അവിടെ ഒരു ഭക്തജനങ്ങൾ ഉൾപ്പെടുന്ന സംവിധാനം വരട്ടെ. കേന്ദ്ര സർക്കാർ ഒരു ബില്ല് കൊണ്ടുവരുന്നു. ആ ബില്ല് കൊണ്ടുവരുന്നതോടുകൂടി ഇവിടുത്തെ സംവിധാനങ്ങൾ മൊത്തം മാറും. ഇതാണ് സുരേഷ് ഗോപി പറയുന്നത്. അത് സംഘപരിവാർ സംഘടനകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. സാധ്യമാകുമോ ഇത്? ഒരാൾ വിഡ്ഢിയാകാൻ തീരുമാനിച്ചാൽ പിന്നെ അതിന് ചികിത്സയില്ലാത്ത രോഗമാണത്. ഒരാൾ സ്വയം വിഡ്ഢിയാകാൻ തീരുമാനിച്ചാൽ കേന്ദ്രമന്ത്രിയാണെങ്കിലും നമ്മുടെ നാട്ടിൽ ചികിത്സിക്കാൻ ഒരു ശാസ്ത്രവും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്രത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഗുരുതരമായ രോഗമാണ് ഇദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നത്. ചികിത്സയില്ല. അതുകൊണ്ട് നാട്ടുകാരോ വീട്ടുകാരോ കൂട്ടി എവിടെയെങ്കിലും പൂട്ടിയിടുക എന്നുള്ളതല്ലാതെ ഇങ്ങനെ ഭ്രാന്ത് പറയുന്ന ആളുകളെ എന്ത് കൈകാര്യം ചെയ്യാൻ? ഒരാൾ വിഡ്ഢിയാകാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞല്ലോ, നരേന്ദ്രമോദി അദ്ദേഹത്തിന് 4 കേന്ദ്രമന്ത്രിമാരെ 12 പടിക്ക് തരും, 4 ക്യാബിനറ്റ് മന്ത്രിമാരെ 12 പടിക്ക് കിട്ടുമെന്ന് പറയുന്ന പരമവിഡ്ഢിയാണ് അദ്ദേഹം. പക്ഷെ നാട്ടുകാര് അത്രത്തോളം അത് ചിന്തിച്ചില്ല. ഈ പറയുന്നത് വിഡ്ഢിത്തരമാണല്ലോ എന്ന് ചിന്തിച്ചില്ല. നാട്ടുകാർ ചിലപ്പോൾ കുറെ പേരെങ്കിലും വിശ്വസിച്ച് കാണും. ഇല്ലാതെ വിശ്വസിക്കുന്ന സംഘപരിവാറുകാരുടെ ആരവം കാണും. സ്വാഭാവികമായും 4 കേന്ദ്രമന്ത്രിമാരെ 12 പടിക്ക് കിട്ടുമെന്ന് വിശ്വസിച്ച സംഘപരിവാരന്മാരാണല്ലോ ഇപ്പൊ ഇതും വിശ്വസിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്? ആദ്യം ആ ശബരിമലയ്ക്ക് ഒരു തീവണ്ടിപ്പാതയുണ്ട്, അതുണ്ടാക്കാൻ പറ സുരേഷ് ഗോപിയോട്. ആ ശബരിമലയ്ക്ക് തീവണ്ടിപ്പാത ഉണ്ടാക്കാൻ നടക്കുക. ഇപ്പൊ തൃശ്ശൂർ കയറാൻ പറ്റില്ല. പുള്ളി ആലപ്പുഴ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ വണ്ടിക്ക് വിളിക്കുമല്ലോ, ആളെ വിളിക്കുമല്ലോ, ആലപ്പുഴ അങ്ങനെ ആലപ്പുഴയ്ക്ക് വണ്ടി വിളിച്ചോണ്ടിരിക്കുകയാണ് ആളെ കയറ്റാൻ. എന്ത് ഗതികേടാണ് ഇങ്ങനെ ആളുകൾ. ഇവരൊക്കെ കേന്ദ്രമന്ത്രിയായിട്ട് നടക്കുക, തലിക്ക പോയിരുന്ന് വേണ്ടാതിനം പറയുക, ആളുകളുടെ ചങ്കത്ത് കയറുക, എന്തും കാണിക്കുക ഇത്രയൊക്കെ ആൾക്കാർ അല്ലേ? ഇതെന്നെ സിനിമയാണോ? നിന്റെ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. നിനക്ക് ആൾക്കാരുടെ ഇടയില് നീ പ്രതീക്ഷിക്കുന്ന ഒരു വെയിറ്റ് കിട്ടണില്ല. വെരി കറക്റ്റ്. ആളുകൾക്ക് നമ്മളെ അറിയൊക്കെ ചെയ്യാം, പക്ഷെ ഒരു നിലവാരത്തിനപ്പുറത്തേക്ക് അവന്മാര് ബഹുമാനിക്കണില്ല. പറയുമ്പോ നമുക്ക് ബെൻസ് ഉണ്ട്, ജാഗോർ ഉണ്ട്, BMW ഉണ്ട്, ഓഡി ഉണ്ട്. പക്ഷെ ഇതിലേതിലെങ്കിലും ചെന്ന് ട്രിവാൻഡ്രം ക്ലബിന്റെ നടയിലോട്ട് ഇറങ്ങുമ്പം ഇത്തിപ്പോരെയുള്ള I-10ലും സ്വിഫ്റ്റിലും ഒക്കെ വന്ന് ഇറങ്ങുന്നവന്മാര് നമ്മളെ നോക്കി ചാരാൻ എന്നാണ് പറച്ചില്.